നിലപാടുകൾക്കെതിരെ, മതവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ, ലിബറൽ ചിന്താഗതിക്കെതിരെ, മതനിഷേധത്തിനെതിരെ അപ്പോൾ ആവശ്യമായ ബോധവൽക്കരണവും പ്രചണ്ഡമായ പ്രചരണ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളൊന്നും നിന്ന് പ്രവർത്തിക്കാൻ അവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ മഹല്ലുകളും ഈ മദ്രസകളും ഈ സംവിധാനങ്ങളും ഈ ഉമറാക്കളും ഈ ഉലമാക്കളും ഉണ്ടാകുമായിരുന്നില്ല. അവരെ കഠിനയത്നമാണ്, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, ആദർശം. അതിൽ അണുവളവ് വ്യതിചലിക്കാൻ പറ്റില്ല. അത് വരച്ച വരയിൽ നിൽക്കണം. അതങ്ങനെ തന്നെ വരച്ച വരയാണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, നീക്കുപോക്കില്ല. ഇന്നത്തെ പ്രശ്നവും ഇത് തന്നെയാണ്. ഇവിടെ നടന്നു വരുന്ന ആകത്തുക പ്രശ്നങ്ങളുടെ ആകത്തുക പരിശോധിച്ചാൽ ആദർശത്തിന്റെ വിഷയത്തിൽ ചില നീക്കുപോക്കുകൾ വേണം എന്നൊരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ ഇല്ല, അത്ര നീക്കുപോക്കുകൾ ഈ വിഷയത്തിലില്ല. വേറെ എന്തൊക്കെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്താലും ശരി, പരിശുദ്ധമായ അള്ളാഹുവിന്റെ ദീനിന്റെ ഒറിജിനൽ മാർഗമായ സുന്നത്ത് ജമാഅത്ത്, അതിന്റെ ആശയത്തിൽ ഒരണുവിട വ്യതിചലിക്കാൻ നമ്മൾ തയ്യാറല്ല. പൂർവികർ കൈമാറിത്തന്ന ആ സംവിധാനം അതേപടി നിലനിർത്തും, അക്കാര്യം പ്രതിജ്ഞാബദ്ധമാണ് എന്നതാണ് നമ്മുടെ സമീപനം. അത് ആവശ്യമാണ്. അങ്ങനെ തലമുറ ഇവിടെ വേണം. വൽതക്കും ഉമ്മക്കും തുമ്മിങ്കും യദ്ഊനൽ ഖൈർ. ഈ നന്മ പറയാൻ, നന്മ ഉപദേശിച്ചുകൊണ്ടിരിക്കാൻ, തിന്മ തടയാൻ, നിയമാനുസരണം തടയാൻ, ഇതൊക്കെ സമസ്തന്റെ ഭരണഘടനയിൽ എഴുതി വെച്ചതാ. സമസ്ത അന്ന് രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ എഴുതി വച്ചതിന്റെ ഭരണഘടനയിൽ അടിസ്ഥാനപരമായി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഏതാണ്? ഒന്ന് ആ മഹാത്മാക്കൾ ചിന്തിച്ചതാണല്ലോ. ഫസ്റ്റ് എ എന്നാണ് എഴുതി വച്ചത്, പരിശുദ്ധ ഇസ്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. നമ്പർ 1 അതന്നെയാണ്. അതെത്ര പഴഞ്ചനാണെന്നും എത്ര യാഥാസ്ഥികമാണെന്നും ശൈലി മാറ്റണമെന്നും ഡ്രൈവറെ മാറ്റണം ആരെന്ത് പറഞ്ഞാലും ശരി, ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗമായ സുന്നത്ത് ജമാഅത്ത് അതിന്റെ ആശയാദർശങ്ങൾ അതേവിധി പ്രചരിപ്പിക്കുന്നു, പ്രബോധനം ചെയ്യുന്നു, പിറകോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. സമസ്തയുടെ ഭരണഘടന എ അതാണ്. ബി പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ആശയങ്ങൾക്കെതിരായ പ്രചരണങ്ങളെയും പ്രവർത്തനങ്ങളെയും നിയമാനുസരണം തടയുകയും മുസ്ലിങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. അതങ്ങനെ നിർവഹിച്ചാലേ ഈ ഒരു അടുത്ത തലമുറ നമ്മളെ പോലെ തലമുറ ഉണ്ടാവുള്ളൂ. അല്ലെ ഈ കുത്തൊഴുക്കിൽ ഒലിച്ചു പോകും. ഈ പറഞ്ഞ മുജാഹിദിനെ വിശ്വസിക്കാൻ പറ്റുമോ? ജമാഅത്തെ ഇസ്ലാമിനെ വിശ്വസിക്കാൻ പറ്റുമോ? തബ്ലീഗ് ജമാഅത്തിനെ വിശ്വസിക്കാൻ പറ്റുമോ? ഖാദിയാനികളെ വിശ്വസിക്കാൻ പറ്റുമോ? ഈ വ്യാജ തരീഖത്തുകാരെ വിശ്വസിക്കാൻ പറ്റുമോ? അവരൊക്കെ നീക്കുപോക്കിന്റെ ആളുകളാണ്. അവർക്ക് എന്തുമാകാം. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്ന ആദർശം എന്താണോ? ഖുർആൻ അംഗീകരിക്കും, ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കുള്ളൂ. ഹദീസ് 2ാം പ്രമാണം അംഗീകരിക്കും എന്ന് പറയുമ്പോൾ തന്നെ സഹീഹായ ഹദീസിന് പ്രത്യേകം അടിവറിടും. സഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്നാലും അംഗീകരിക്കുന്ന പ്രയാസമാണ്. ഒരു സംവാദം വരുമ്പോൾ അവർ പറയും, ഹദീസിന്റെ പരമ്പര സ്വഹീഹായാലും ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ വന്നാലും മനുഷ്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ശാസ്ത്രത്തിന് വഴങ്ങുന്ന ഹദീസുകളെ സ്വീകരിക്കാൻ പറ്റും. ഇത് പറയുന്ന ആളുകൾ അവർ ദീൻ വികൃതമാക്കൂലേ? എത്ര സത്യങ്ങളാണ് സ്വഹീഹുൽ ബുഖാരിയിലെ സത്യങ്ങളാണ് അവർ നിഷേധിക്കുന്നത്. ഇത് ഈ അടുത്ത കാലഘട്ടം വരെ സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. ഒരീച്ച വെള്ളത്തിൽ വീണാൽ നമ്മൾ ചായ കുടിക്കുകയാണ്, ഒരീച്ച ഒന്ന് ഇങ്ങനെ ചായയിൽ വീണു. ഹദീസ് പറഞ്ഞ ഈച്ചൻ അങ്ങനെ തന്നെ വെള്ളത്തിൽ ആ ചായയിൽ മുക്കിയെടുത്തിട്ട് പുറത്തേക്ക് എറിയണമെന്നാണ്. ഇതിനെ അപഹസിച്ചു, പരിഹസിച്ചു. ശാസ്ത്രീയമായി അത് വളരെ മോശമായ സംവിധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഈ ഹദീസ് നിരാകരിച്ചു. ഹദീസ് സ്വഹീഹ, ഹദീസ് ബുഖാരിയിലുണ്ട്, ഹദീസിന്റെ പരമ്പര ശരിയാ, പക്ഷേ ശാസ്ത്രത്തിന്റെ ബുദ്ധിക്ക് വഴങ്ങുന്നില്ല. കാരണം അത് മലിനമാകും ആ വെള്ളം, അതുകൊണ്ട് ആ വെള്ളം പിന്നെ കുടിക്കാൻ പറ്റില്ല, ചായ കുടിക്കാൻ പറ്റില്ല. ഇപ്പൊ ശാസ്ത്രം പുതിയതായി സ്ഥിരീകരിച്ചു, ആ ഈച്ചയുടെ ഒരു ചിറകിൽ വിഷമുണ്ട്, എന്നാൽ പ്രതിരോധിക്കാനുള്ള മരുന്ന് മറ്റേ ചിറകിലുണ്ട്. അപ്പൊ വിഷമുള്ള ചിറക് കുത്തിയാണ് വീഴുക. അങ്ങനെ വീണാൽ അത് താഴ്ത്തിയാൽ പ്രതിരോധം കൂടി കിട്ടി, എന്നാൽ പിന്നെ ആ വെള്ളം കുടിക്കുന്നത് കുഴപ്പമില്ല. ഇപ്പൊ കണ്ടത് പിന്നെ അവരെ വാദപ്പ് തിരുത്തുകയാണ്. അവര് സ്റ്റേജിൽ വെച്ച് തിരുത്താണ്. ഒരു മൗലവി പ്രസംഗിക്കാണ് പഴയ ആശയം, ആ മറ്റേ മൗലവി പറഞ്ഞു ഇതിനെതിരായ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് തിരുത്തികളിൽ നിന്ന്, സ്റ്റേജിൽ വെച്ച് തിരുത്തുക. ഇങ്ങനെ ദീൻ കാലത്തിനനുസരിച്ച് മാറ്റിമറിക്കുന്ന അവിടെ നിന്നാണ് ചേകനൂർ മൗലവി ഉണ്ടായത്.
ഇതാ ചേകനൂർ, നിങ്ങൾ നാട്ടുകാരനാണല്ലോ ചേകനൂർ മൗലവി. അയാൾ ഇസ്ലാമിനെ എവിടെ കൊണ്ടെത്തിച്ചു? ഈ ചേകനൂർ മൗലവി ഉൾപ്പെടെയുള്ള ആളുകൾ സൃഷ്ടിച്ച മുജാഹിദ് പ്രസ്ഥാനമാണ്. മുജാഹിദ് പ്രസ്ഥാന നേതാവായിരുന്നു അദ്ദേഹം. ഇങ്ങനെ ദീൻ വികൃതമാക്കി കുഫറിലേക്ക് എത്തിക്കുന്ന ഈ ജമാഅത്ത്, മുജാഹിദ്, ബിദഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ തഴച്ചു വളരും. വളർന്നു കഴിഞ്ഞാൽ യഥാർത്ഥ ദീൻ നിലനിൽക്കൂല.